അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നട്ട് ഒരു മാസത്തോളം ആയ തക്കാളി ചെടിയാണ്. ഈ വഴുതനയിലെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ അതിനിച്ചിരി കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുണ്ട് മണ്ണിന്. അപ്പോൾ ഞാൻ മണ്ണ് പതിയെ ഒന്ന് ഇളക്കി ഇച്ചിരി മണ്ണിളക്കുന്ന ഇതിന് ഒരു കോര് കുമ്മായം 4 വശവും ഇട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് അതിന് ഇത്തിരി വാട്ടവും ഇതും നമുക്ക് തോന്നുമ്പം കുമ്മായം ഇടുന്നത് നല്ലതാണ്. അതിനൊരു ആരോഗ്യക്കുറവ് പോലെയൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തന്നെ ചെയ്യുമ്പം മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ കുമ്മായം ഇട്ടിട്ട് മൊത്തവും മണ്ണൊന്ന് ഇളക്കി കരിയിലയും ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. കരിയില ഉണ്ടല്ലോ, ചകിരിച്ചോറിന് പകരം നമുക്ക് കരിയില ഉപയോഗിക്കാം. കരിയില ഇട്ടിട്ട് മണ്ണിട്ടാൽ മണ്ണിന് നല്ല ഇളക്കം കാണും. തൈക്ക് ഫലപുഷ്ടിയുമാണ് കരിയില കമ്പോസ്റ്റ് വളവുമാണ്. ഇത് തക്കാളി ഉണ്ടോ, തക്കാളിയുടെ താഴത്തെ ഇല ഉണ്ടല്ലോ, ആ ഇല ഇതിൽ ഞാൻ കുമ്മായം ഇട്ട്. കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് തക്കാളി നടേണ്ടത്. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നട്ടതിന് ശേഷം ഞാൻ കുമ്മായം കരിയിലയുടെ പുറത്ത് തന്നെ മണ്ണിന് ഇളക്കമുണ്ട്. 1 സ്പൂണ്, ഈ കൂരിക്ക് 1 സ്പൂണ് കുമ്മായം ഇട്ട്. എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ താഴത്തെ ആ ഇല പതിയെ, മരത്തിന് ഇത് വരരുത്, വലിച്ചു ഒടിക്കരുത്, പതിയെ നഖം വെച്ച് അങ്ങ് അതിന് ശകലം നിർത്തിക്കൊണ്ട് ഇനി അടത്ത് മാറ്റിയിട്ട് കരിയിലയുടെ പുറത്തൂടെ തന്നെ മണ്ണിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം കുമ്മായം എപ്പോഴും തക്കാളിക്ക്, നമ്മളെ കേരളത്തിലെ മണ്ണിന് പുളിപ്പുള്ള മണ്ണാണ്. തക്കാളിക്ക് മറ്റുള്ള കൃഷി പോലെയല്ല, തക്കാളിക്ക് നല്ല രീതിയിൽ കുമ്മായം ഇടണം. കുമ്മായം ഇട്ട മണ്ണ് തക്കാളിക്ക് ഏറ്റവും നല്ലതാണ്. എല്ലാത്ത തക്കാളികളാണ് പെട്ടെന്ന് വാട്ടരോഗമൊക്കെ വരുന്നത്. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതുങ്ങൾക്ക് എല്ലാവർക്കും വളം കൊടുത്താൽ മതി. വളം വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ആട്ടിൻപുഴുക്കയേ ഉള്ളു. ആട്ടിൻപുഴുക്കയും ഇച്ചിരി എല്ലുപൊടിയും ചാരവും കൂടെ ചേർത്ത് ഇളക്കി ഞാൻ ഇട്ട് കൊടുക്കും, ഇച്ചിരി വേപ്പും പിണ്ണാക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ വിളവെടുത്ത് കഴിഞ്ഞ മുളകാണ്. അതിനൊക്കെ വലിയ ഒരു ക്ഷീണം പോലെ എനിക്ക് തോന്നുന്നു, ചൂടും കൂടെയല്ലേ. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം ഇച്ചിരി കുമ്മായം ഇട്ട് മണ്ണിളക്കി അതിൻ്റെ പുറത്ത് കരിയിലയിട്ട് ശകലം മണ്ണിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കൃഷിയുടെ ചുവട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലേ അവരെ കൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവും. അല്ലെങ്കിൽ അവർ മയങ്ങിയും ഇല പഴുത്തും ഉണങ്ങിയും ഒക്കെ അങ്ങ് പോകും. ഇതിപ്പോൾ ഏതാണ്ട് 1 വർഷം ആവുന്നു ഞാൻ ഈ മുളകൊക്കെ നട്ടിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം, എന്നാലേ കൃഷികളൊക്കെ നല്ല രീതിയായി വരും. നമുക്ക് 5 പച്ചമുളക് വിൽക്കുന്നിടത്ത് 10 പച്ചമുളക് വിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കൂടെ ചെയ്തു കൊടുക്കണം. ഞാനിതിപ്പോൾ സ്വന്തമായ 5 സെൻറ്റിലൊന്നും അല്ലായിരുന്നു ചെയ്യുന്നത്. ഞാൻ വാടക വീട്ടിലിരുന്നും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ വിചാരിച്ചാൽ നമുക്ക് 10 പച്ചമുളക് 2 തക്കാളിയൊക്കെ പിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു മനസ്സമാധാനം കിട്ടും. ഒരു ഹോബിയുമാണ്, അതിനൊരു മനസ്സിനൊരു സന്തോഷവുമാണ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യണം.